ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് കോമ്പസ് സർവേയിങ് ആണ്. ടൈപ്സ് ഓഫ് മെറിഡിയൻ. ആദ്യത്തെ ട്രൂ മെറിഡിയൻ പാസിംഗ് ത്രൂ ജിയോഗ്രഫിക്കൽ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. അതായത് ട്രൂ നോർത്തിൽ കൂടെയും സൗത്തിൽ കൂടെയും പാസ് ചെയ്യുന്നതാണ് ട്രൂ മെറിഡിയൻ. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇത് ട്രൂ നോർത്ത് സൗത്ത് എന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ഗിവൺ ലൈനാണ്. അപ്പോൾ ഈ ട്രൂ മെറിഡിയൻ എന്ന് ഗിവൺ ലൈനിലേക്കുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് ബിയറിംഗ് ഓഫ് ലൈൻ, അതായത് ട്രൂ ബിയറിംഗ് ഓഫ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് ദ ഗിവൺ ലൈൻ ഈസ് കോൾഡ് ട്രൂ ബിയറിംഗ് ഓഫ് എ ലൈൻ ഓർ അസിമുത്ത്. ട്രൂ ബിയറിങ്ങിനെ തന്നെയാണ് അസിമുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് ട്രൂ മെറിഡിയൻ അറ്റ് എ പോയിന്റ് ഈസ് ഇൻവേരിയബിൾ. ട്രൂ മെറിഡിയൻ്റെ ഡയറക്ഷൻ വേരിയബിൾ അല്ല, അതായത് കോൺസ്റ്റൻ്റ് ആണ്, വേരി ചെയ്യില്ല. അതായത് ട്രൂ നോർത്തിനെയും സൗത്തിനെയും കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അത് എപ്പോഴും എന്താണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് രണ്ടാമത്തെ ബിയറിംഗ് ആണ് മാഗ്നറ്റിക് ബിയറിംഗ്. മാഗ്നറ്റിക് ബിയറിംഗ് പാസിംഗ് ത്രൂ മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ട്രൂ ബിയറിംഗ് പാസസ് ത്രൂ ട്രൂ നോർത്ത് ആൻഡ് സൗത്ത് ആണ്. മാഗ്നറ്റിക് ബിയറിംഗ് പാസിംഗ് ത്രൂ മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ഇനി മാഗ്നറ്റിക് ബിയറിങ്ങും ഗിവൺ ലൈനും തമ്മിലുള്ള ആ ഹൊറിസോണ്ടൽ ആംഗിളിനെ മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയും. ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ബിയറിംഗ് ആൻഡ് ദ ഗിവൺ ലൈൻ ഈസ് കോൾഡ് മാഗ്നറ്റിക് ബിയറിംഗ് ഓർ ബിയറിംഗ് ഓഫ് എ ലൈൻ. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് കണ്ടുപിടിക്കുന്നത്. നീഡിൽ വെച്ചിട്ട് മാഗ്നറ്റിക് നോർത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ ഈ ഡയറക്ഷൻ വേരിയബിൾ ആണ്, അതായത് ടൈം അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത ഒരു ബിയറിംഗ് കൂടെ, മൂന്നാമത്തെ ആർബിട്രറി ബിയറിംഗ്. അതായത് നമുക്ക് ചെറിയ സർവേ ഒക്കെ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരു കൺവീനിയൻറ്റ് ഡയറക്ഷൻ ഒരു മെറിഡിയനായിട്ട് അസ്യൂം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള മെറിഡിയനാണെന്ത്, ആർബിട്രറി മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗിവൺ ലൈനും ആർബിട്രറി മെറിഡിയനും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആംഗിളിന് എന്തായിരിക്കും പറയുന്നത്, ആർബിട്രറി ബിയറിങ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു ടേമാണ് ഡിക്ലിനേഷൻ. ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ട്രൂ മെറിഡിയൻ. അപ്പോൾ മാഗ്നറ്റിക് ബിയറിങ്ങും ട്രൂ മെറിഡിയനും ഇടയിലുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് നമ്മൾ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ ഇത് നമ്മുടെ ട്രൂ മെറിഡിയൻ ആണ്, അതായത് ട്രൂ നോർത്തിനെയും സൗത്തിനെയും കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് മാഗ്നറ്റിക് ബിയറിംഗ്. ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ മാഗ്നറ്റിക് ബിയറിങ്ങിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ആണല്ലോ. അപ്പം ഇത് തമ്മിലുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ആംഗിൾ, ഈ മാഗ്നറ്റിക് മെറിഡിയൻ ചിലപ്പോൾ ഈ ട്രൂ നോർത്ത് നിന്ന് വെസ്റ്റിലോട്ടും ആകാറുണ്ട്, ചിലപ്പോൾ ഈസ്റ്റിലോട്ടും ആകാറുണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ടുവേർഡ്സ് വെസ്റ്റിലോട്ട് വരുന്നതാണ്. ഇത് നമ്മുടെ ട്രൂ മെറിഡിയൻ, ഇത് മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പോൾ ട്രൂ മെറിഡിയൻ്റെ വെസ്റ്റിലാണ് മാഗ്നറ്റിക് മെറിഡിയൻ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ആംഗിളാണ് എന്ത്, ഡിക്ലിനേഷൻ. അപ്പം വെസ്റ്റിലോട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്, ഈസ്റ്റിലോട്ടാണെങ്കിൽ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ് ട്രൂ ബിയറിംഗ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ്. ട്രൂ ബിയറിംഗ് ഈസ് മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. പ്ലസ് വരുന്ന എപ്പോഴാണ്, നമ്മുടെ ഈ ആംഗിൾ, അതായത് മാഗ്നറ്റിക് മെറിഡിയൻ ഈസ്റ്റിലാണെങ്കിൽ നമ്മൾ പ്ലസ് സൈൻ എടുക്കും, വെസ്റ്റിലാണെങ്കിൽ മൈനസ് എടുക്കും. അതാണ് ഈ ഇക്വേഷൻ. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഒരു പ്ലേസിലെ ഡിക്ലിനേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല, അത് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഫ്രം ടൈം ടു ടൈം അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. 4 രീതിയിൽ വേരിയേഷൻ ഉണ്ടാകാറുണ്ട്. 4 ടൈപ്സ് ഓഫ് വേരിയേഷൻ. ആദ്യത്തേത് ആനുവൽ വേരിയേഷൻ. ആനുവൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ദ വേരിയേഷൻ ഒക്കറിങ് എവ്രി ഇയർ ഡ്യൂ ടു റെവല്യൂഷൻ ഓഫ് എർത്ത്. എർത്തിൻ്റെ റെവല്യൂഷൻ കാരണം ഓരോ ഇയറിലും വരുന്നതാണെന്ത്, ആനുവൽ വേരിയേഷൻ. ഡിക്ലിനേഷനിൽ വരുന്ന വേരിയേഷനാണ് ആനുവൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇയറിലും വരുന്ന വേരിയേഷൻ. എന്തുകൊണ്ടാണ്, ഡ്യൂ ടു റെവല്യൂഷൻ ഓഫ് എർത്ത്. ഇതിൻ്റെ എമൗണ്ട് 1 to 2 minutes ആണ് വേരിയേഷൻ വരാറുള്ളത്.
രണ്ടാമത്തെ വേരിയേഷനാണ് ഡയണൽ വേരിയേഷൻ ഓർ ഡെയിലി വേരിയേഷൻ. അപ്പോൾ പേര് കേൾക്കുമ്പം തന്നെ അറിയാം അല്ലേ, ഡെയിലി വേരിയേഷനാണ്. അതായത് ഡെയിലി ഉണ്ടാകുന്ന വേരിയേഷൻ കോസ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. എർത്ത് അതിൻ്റെ ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന വേരിയേഷനാണ് എന്ത്, ഡയണൽ വേരിയേഷൻ ഓർ ഡെയിലി വേരിയേഷൻ എന്ന് പറയുന്നത്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ലൊക്കാലിറ്റി, സീസൺ ആൻഡ് ടൈം. അതായത് ഇക്വേറ്ററിൽ ഇത് കുറവായിരിക്കും, ലെസ് അറ്റ് ഇക്വേറ്റർ ആൻഡ് മോർ അറ്റ് പോൾസ്. നെക്സ്റ്റ് സീസൺ ആണെങ്കിൽ സമ്മറിൽ ഈ വേരിയേഷൻ കൂടുതലായിരിക്കും ദാൻ വിൻ്റർ. അതുപോലെ ഡേ ടൈമിലായിരിക്കും ഇത് കൂടുതൽ ദാൻ നൈറ്റ് ടൈം. അപ്പോൾ എന്താണ് ഡയണൽ വേരിയേഷൻ? ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൊക്കാലിറ്റി, സീസൺ, ടൈം. ഇക്വേറ്ററിൽ കുറവായിരിക്കും, പോൾസിൽ കൂടുതലായിരിക്കും വേരിയേഷൻ. അതുപോലെ സീസൺ പറയുകയാണെങ്കിൽ സമ്മർ സീസണിലായിരിക്കും കൂടുതൽ വേരിയേഷൻ വരുന്നത്. ടൈം വെച്ചിട്ടാണെങ്കിൽ ഡേ ടൈമിലാണ് നൈറ്റിനെക്കാട്ടി കൂടുതൽ വേരിയേഷൻ വരുന്നത്. അതാണ് ഡയണൽ വേരിയേഷൻ. നെക്സ്റ്റ് മൂന്നാമത്തേതാണ് സെക്കുലാർ വേരിയേഷൻ. Secular variation. The magnetic meridian behaves like pendulum with respect to true meridian. അപ്പോൾ ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ മാഗ്നറ്റിക് മെറിഡിയൻ ആണെന്ത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ട്രൂ മെറിഡിയൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. മാഗ്നറ്റിക് മെറിഡിയൻ ആണ് ഒന്നുകിൽ ട്രൂ മെറിഡിയൻ്റെ ലെഫ്റ്റിൽ അല്ലെങ്കിൽ റൈറ്റിൽ ആയിരിക്കും ആവുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു മാഗ്നറ്റിക് മെറിഡിയൻ ഒരു പെൻഡുലം പോലെ ആക്ട് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ട്രൂ മെറിഡിയൻ. അപ്പോൾ ഇത് ട്രൂ മെറിഡിയൻ ആണെങ്കിൽ ചിലപ്പോൾ മാഗ്നറ്റിക് മെറിഡിയൻ ഇവിടെ വരും, ചിലപ്പോൾ ഇവിടെ വരും. അപ്പോൾ ഒരു പെൻഡുലം പോലെ ഇത് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് സ്വിങ് ചെയ്യുക, ഒരു ഡയറക്ഷനിൽ നിന്ന് അടുത്ത ഡയറക്ഷനിലോട്ട് സ്വിങ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് വരെ എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന വേരിയേഷനാണ് എന്ത്, സെക്കുലാർ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലായിരിക്കും. അപ്പം എന്താണ് സെക്കുലാർ വേരിയേഷൻ? മാഗ്നറ്റിക് മെറിഡിയൻ ഒരു പെൻഡുലം പോലെ ആക്ട് ചെയ്യും. അതായത് ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് അതെടുക്കാറുണ്ട്. അത് കാരണമുള്ള വേരിയേഷനാണെന്ത്, സെക്കുലാർ വേരിയേഷൻ. നെക്സ്റ്റ് ഇറഗുലർ വേരിയേഷൻ, നാലാമത്തെ ടൈപ്പാണ് ഇറഗുലർ വേരിയേഷൻ. ദ വേരിയേഷൻ ഓഫ് ഡിക്ലിനേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു earthquake, volcanic eruption and other solar influences. ഇറഗുലർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എർത്ത് കേക്കും വോൾക്കാനിക് എറപ്ഷൻ അങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസൊക്കെ വരുന്നത് കാരണം ഉണ്ടാകുന്ന വേരിയേഷനാണ് ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ബിയറിംഗ് ഓഫ് എ ലൈൻ. ബിയറിംഗ് ഓഫ് എ ലൈൻ നമ്മൾ നേരത്തെ ട്രൂ ബിയറിംഗ് പറഞ്ഞു, മാഗ്നറ്റിക് മെറിഡിയൻ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണെന്ന് ഒന്നുകൂടെ പറയാം. ട്രൂ ബിയറിംഗ് എന്തായിരുന്നു? ട്രൂ മെറിഡിയനും ഗിവൺ ലൈനും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആംഗിൾ. അതുപോലെ മാഗ്നറ്റിക് ബിയറിംഗ് എന്തായിരുന്നു? മാഗ്നറ്റിക് മെറിഡിയനും ഗിവൺ ലൈനും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആംഗിൾ ആണല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും എന്താണെന്നാണ്. ആദ്യത്തെ ഫോർ ബിയറിംഗ്, the bearing of a line measured in the direction of progress of the survey. അതായത് നമ്മൾ സർവേ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ എടുക്കുന്ന ബിയറിംഗ് ആണെന്ത്, ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്ന് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എടുക്കത്തില്ലേ, അതാണ് ബിയറിംഗ് അല്ലേ. അപ്പോൾ ബിയറിംഗ് ഓഫ് എ ലൈൻ മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രോഗ്രസ് ഓഫ് സർവേ, നമ്മൾ സർവേ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ എടുക്കുന്ന ബിയറിംഗ് ആണ് ഫോർ ബിയറിംഗ്. അപ്പോൾ ബാക്ക് ബിയറിംഗ് എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ദ ബിയറിംഗ് ഓഫ് എ ലൈൻ മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ പ്രോഗ്രസ് ഓഫ് സർവേ. സർവേ നടക്കുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്നതാണെന്ത്, ബാക്ക് ബിയറിംഗ്. ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. മാഗ്നറ്റിക് ബിയറിംഗ് നമ്മൾ രണ്ട് സിസ്റ്റത്തിൽ ഡെസിഗ്നേറ്റ് ചെയ്യാറുണ്ട്. മാഗ്നറ്റിക് ബിയറിംഗ് എന്തായിരുന്നു? മാഗ്നറ്റിക് മെറിഡിയനും ഗിവൺ ലൈനും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അതിനെ രണ്ട് സിസ്റ്റം വെച്ചിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ ഹോൾ സർക്കിൾ ബിയറിംഗ്, രണ്ടാമത്തെ ക്വാഡ്രൻ്റൽ ബിയറിംഗ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ബിയറിംഗ്. ഹോൾ സർക്കിൾ ബിയറിംഗ് ആണെങ്കിൽ നമ്മൾ നോർത്ത് നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത്. ഇത് നമ്മുടെ നോർത്താണെന്ന് വെച്ചോ, ഇത് ഗിവൺ ലൈൻ. അപ്പോൾ നോർത്ത് നിന്ന് ഈ ഗിവൺ ലൈനിലേക്ക് ക്ലോക്ക് വൈസ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്.
അതാണ് ഹോൾ സർക്കിൾ ബിയറിംഗ്. ഇത് എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യാം? ഈ 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ വേരി ചെയ്യാം. അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്നത് പ്രിസ്മാറ്റിക് കോമ്പസ് ആണ് ഹോൾ സർക്കിൾ ബിയറിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പ്രിസ്മാറ്റിക് കോമ്പസിൽ ഒരു പ്രിസം ഉണ്ടാകും. അപ്പം പ്രിസം വെച്ചിട്ടാണ് നമ്മൾ സർവേ ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രിസം വഴിയാണ് നമ്മൾ റീഡിങ് നോക്കാറുള്ളത്. നെക്സ്റ്റ് ക്വാഡ്രൻ്റൽ ബിയറിങ്. ക്വാഡ്രൻ്റൽ ബിയറിങ് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടും അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും നോക്കാറുണ്ട്, ഫ്രം നോർത്ത് ആൻഡ് സൗത്ത്. നോർത്ത് നിന്നും സൗത്ത് നിന്നും ഇത് എടുക്കാറുണ്ട്. ഹോൾ സർക്കിൾ ബിയറിംഗ് ആണെങ്കിൽ എപ്പോഴും എന്താണ്, നോർത്ത് നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. റെഡ്യൂസ്ഡ് ബിയറിംഗ് ആകുമ്പോൾ നോർത്ത് നിന്നും എടുക്കാറുണ്ട്, സൗത്തിൽ നിന്നും എടുക്കാറുണ്ട് റീഡിങ്. അത് മെഷർ ചെയ്യുന്നത് എങ്ങനെ? ക്ലോക്ക് വൈസ് ആയിട്ടും മെഷർ ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും മെഷർ ചെയ്യാം. ഇതിൻ്റെ ആംഗിൾസ് വേരി ചെയ്യുന്നത് 0 to 90 ഡിഗ്രി വരെയാണ്. ഇതിൽ സർവേസ് കോമ്പസ് ആണ് ഉപയോഗിക്കുന്നത്. റെഡ്യൂസ്ഡ് ബിയറിങ്ങിൽ സർവേസ് കോമ്പസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഈ ഒരു ഫിഗർ നോക്കുക. ഇതാണ് നമ്മുടെ ഗിവൺ ലൈൻ. അപ്പോൾ മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്ന് ഈ ഗിവൺ ലൈനിലേക്കുള്ള ഈ ഒരു ആംഗിൾ അല്ലേ, ഹൊറിസോണ്ടൽ ആംഗിൾ, അതാണ് നമ്മുടെ ബിയറിങ് ആണല്ലോ. അപ്പോൾ ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ നമ്മൾ നോർത്ത് നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് ഈ ലൈൻ വരെ ഈ ആംഗിൾസ് ആണ് മെഷർ ചെയ്യുന്നത്. എന്നാൽ ഈ സെയിം ലൈൻ തന്നെ ക്വാഡ്രൻ്റൽ ബിയറിങ്ങിലാകുമ്പോൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നോർത്തിനടുത്താണോ സൗത്തിനടുത്താണോ ഗിവൺ ലൈൻ എന്ന് നോക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? സൗത്ത് ഡയറക്ഷനിലടുത്താണല്ലേ. അപ്പോൾ സൗത്ത് നിന്ന് ഒന്നുകിൽ ക്ലോക്ക് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈൻ കിട്ടുന്നത് അല്ലേ. അതാണ് പറഞ്ഞത്. ഇത് മെഷർ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ആയിരുന്നു ലൈനെങ്കിൽ ഈ സൗത്ത് നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യാം. അതുപോലെ ഈ നോർത്തിൻ്റെ ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ്? നോർത്ത് നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യാം. അപ്പം ഇങ്ങനത്തെ രീതിയിലാണ് റെഡ്യൂസ്ഡ് ബിയറിങ്ങിൽ ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഹോൾ സർക്കിൾ ബിയറിങ്ങിലാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് ഈസ് 180 ഡിഗ്രി. എന്താണ്? ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ ഫോർ ബിയറിങ്ങിൻ്റെ ബാക്ക് ബിയറിങ്ങിൻ്റെ ഡിഫറൻസ് 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ റെഡ്യൂസ്ഡ് ബിയറിങ്ങിലാണെങ്കിൽ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും, പക്ഷേ ക്വാഡ്രൻസ് ഇൻ്റർചേഞ്ച്ഡ് ആയിരിക്കും. അതായത് നോർത്ത് എന്നുള്ളത് സൗത്ത് ആകും, സൗത്ത് എന്നുള്ളത് നോർത്ത് ആകും, ഈസ്റ്റ് വെസ്റ്റ് ആകും, വെസ്റ്റ് ഈസ്റ്റ് ആകും. അങ്ങനെ ക്വാഡ്രൻസ് ഇൻ്റർചേഞ്ച് ആയിട്ട് വരും. എന്നാൽ ന്യൂമറിക്കലി അത് ഈക്വലും ആയിരിക്കും. അപ്പോൾ ഈ പോയിൻ്റ് കൂടെ ഒന്ന് ഓർത്തിരിക്കുക. എന്താണ്? ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് 180 ഡിഗ്രി ഫോർ ഹോൾ സർക്കിൾ ബിയറിങ്. റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണെങ്കിൽ ന്യൂമറിക്കലി അത് ഈക്വൽ ആണ്, എന്നാൽ ക്വാഡ്രൻസ് ഇൻ്റർചേഞ്ച്ഡ് ആണ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. If the forebearing of a line AB is observed to be 12 degree 24 minute, the back bearing of the line AB should be. അപ്പോൾ ഫോർ ബിയറിങ് തന്നിട്ടുണ്ട്, നമുക്ക് ബാക്ക് ബിയറിങ് കണ്ടുപിടിക്കണം അല്ലേ. നമുക്കത് ഒരു ഫിഗർ പോലെ വരയ്ക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണല്ലോ. നമ്മുടെ ആംഗിൾ എത്രയാണ്? 12 ഡിഗ്രി ആണ്. ഫോർ ബിയറിംഗ് അല്ലേ. ഇവിടെ നോർത്ത് നിന്ന് ഗിവൺ ലൈനിലേക്കുള്ളത് 12 ഡിഗ്രി 24 മിനിറ്റ് ആണല്ലോ. എ ബി. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ബാക്ക് ബിയറിംഗ് ആണ്. ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ സർവേ നടക്കുന്ന ഡയറക്ഷൻ, A to B ആണ്. അപ്പോൾ ആ ഡയറക്ഷനിൽ നമ്മൾ എടുത്തതാണ് അല്ലേ. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ. ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവേ നടക്കുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ളതാണ്. അപ്പം ഇവിടെ നിന്ന് ബാക്ക് ബിയറിംഗ് ആകുമ്പോൾ നമ്മുടെ നോർത്ത് നിന്ന് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഈ ഒരു ആംഗിളാണ് ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആംഗിൾസ് അതെങ്ങനെ കിട്ടും? നമുക്ക് ഈ ആംഗിൾ അറിയാം, 12 ഡിഗ്രി 24 മിനിറ്റ് ആണെന്ന്. ഓക്കെ, ഈ ഒരു ആംഗിൾ എന്ത് വരും? ഇത് രണ്ടും പാരലാണല്ലേ, ഇത് രണ്ടും പാരലാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? 12 ഡിഗ്രി
24 മിനിറ്റ് തന്നെയാണ്. ഇത് എത്രയാണ് 180 ഡിഗ്രി അല്ലേ. അപ്പോൾ 180 ഡിഗ്രി പ്ലസ് 12 ഡിഗ്രി 24 മിനിറ്റ് എത്ര വരും ചെയ്യുമ്പോൾ 192 ഡിഗ്രി 24 മിനിറ്റ്. അപ്പോൾ ഇതാണെന്ത് ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി. ക്ലിയർ ആയല്ലോ. തന്നെയാണ് നമ്മൾ ഈ പോയിന്റിൽ പറഞ്ഞേക്കുന്നത് അല്ലേ. ഹോൾ സർക്കിൾ ബിയറിങ്ങിലാണെങ്കിൽ ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് 180 ഡിഗ്രി.